ഹലോ, ഇന്ന് ഞാൻ ബേബി ജെൻഡർ അനൗൺസ്മെൻറ്റ് വീഡിയോ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും വാട്സപ്പിലൊക്കെ ഇതുപോലെ പിക്കായിട്ടും വീഡിയോ ആയിട്ട് ചെയ്യലുണ്ട്. ഇപ്പോൾ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ അധികം ചെയ്യൽ. ആദ്യമൊക്കെ പിക്കായിട്ട് സ്റ്റാറ്റസ് ഇടലുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മൾ അധികം യൂസ് ചെയ്യുന്ന പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഇല്ലാത്തൊരു ഡൗൺലോഡ് ചെയ്യുക, ഉള്ളവർ അതെടുക്കുക. എന്നിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. മുകളിൽ സെർച്ച് ബാറിൽ ബേബി ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു വീഡിയോക്ക് ആവശ്യമുള്ളത് വെച്ചാൽ അത് സെർച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ഇങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കുട്ടീൻ്റെ കൈ, കാല് അതൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഫോട്ടോസാണ് ഞാൻ സെർച്ച് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ അത് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. എന്നിട്ട് ആ ഫോട്ടോയുടെ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡൗൺലോഡ് ഇമേജിൽ പോയാൽ നമുക്കത് ഇമേജ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ട ഇതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോന് ചെയ്തു വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ബേബി ഗേളിൻ്റെ ബേബി ബോയിൻ്റെയും ഞാൻ വീഡിയോ ആക്കി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ബേബി ഗേളിൻ്റെ ഒരു പിങ്ക് തീമിലും ബേബി ബോയിൻ്റെ ഒരു ബ്ലൂ തീമിലുമാണ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഡെലിവറിക്ക് എൻ്റെ ഡേറ്റിൻ്റെ അന്ന് തന്നെയാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ തലേന്ന് രാത്രി ഇരുന്ന് 2 വീഡിയോ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ തോന്നിയൊരുതാണ്. ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പിക്ക് എടുക്കാമെന്ന്, പിക്ക് അങ്ങനെ സ്റ്റാറ്റസ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു വെച്ചതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഈ പിൻട്രസ്റ്റിൽ തന്നെ മാഷാ അള്ളാന്നും പിന്നെ അൽഹംദുലില്ലാ എന്നുള്ള ടെക്സ്റ്റ് നമുക്ക് വേണം. അപ്പോൾ ഞാൻ ആദ്യം മാഷാ അള്ളാ എന്നുള്ള ഇത് ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പിൻട്രസ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ. അത് എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇനി ഇതിന് നല്ല ആർട്ടിന് ക്രാഫ്റ്റിനല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പിൽ പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും. നമുക്ക് ഇപ്പോൾ വീടിൻ്റെ കാര്യങ്ങൾക്കായാലും വീടിൻ്റെ ഫോട്ടോസ്, ഡിസൈനിങ് അങ്ങനെയൊക്കെ നമുക്ക് അതിൽ ഭയങ്കര ഉപകാരമുള്ളൊരു ആപ്പാണ്. അപ്പോൾ ഞാനിത് മാഷാ അല്ലാ എന്നുള്ളത് എനിക്കിഷ്ടപ്പെട്ടതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അൽഹംദുലില്ലാ എന്നുള്ളതും എനിക്കിഷ്ടപ്പെട്ടത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ബേബി ക്ലിപ്പ് ആർട്ട് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ബേബിൻ്റെ ഓരോ ആർട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്കിഷ്ടപ്പെട്ടൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, പിന്നെ ഇറ്റ്സ് എ ബോയ് അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗേൾ എന്ന് 2 ഞാൻ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാടുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗേളിൻ്റെ ആകുമ്പോൾ പിങ്ക് തീമിൽ ചെയ്യാനായിട്ട് നോക്കുക. ബോയിൻ്റെ ആണെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡിൽ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ സ്റ്റാറ്റസ് ഇടുന്നതിൻ്റെ ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെക്കുക ബോയിൻ്റും ഗേളിൻ്റും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് സ്റ്റാറ്റസ് ഇടാനായിട്ട് പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ടത് വെച്ചാൽ അതൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് VN ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ആപ്പ് എടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുള്ള ബേബിൻ്റെ ഒരു കൈ വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ അത് ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഇതിൽ 3ാമത്തെ ഓപ്ഷനായ ഒരു പിക്ചറിന് സിമ്പിളുള്ളിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഈ ആരോയിൽ കാണിക്കണം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഗ്യാലറിയിൽ പോവുക. ഗ്യാലറിയിൽ നിന്ന് നമുക്ക് മാഷാ അല്ലാ എന്നുള്ളതും പിന്നെ ഇറ്റ്സ് എ ബോയ് എന്നുള്ളതാണ് ഈ ഫ്രണ്ട് പേജിൽ നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ഇറ്റ്സ് എ ബോയ് എന്നുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടില്ല അതിൻ്റെ ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട് ഇറ്റ്സ് എ ബോയ് എന്നുള്ളത്. പക്ഷെ അത് നമുക്കിതിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു വൃത്തികേടാണ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഇറ്റ്സ് എ ബോയ് എന്നുള്ളത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രോമിൽ പോവാം. ക്രോമിൽ മുകളിൽ സെർച്ച് ബാറിൽ remove.bg എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സെർച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ താഴെ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് പോണത്. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളം കാണാം, ബ്ലൂ കോളം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗ്യാലറിയിൽ നിന്ന് ഏത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടാണ് റിമൂവ് ആക്കേണ്ടത് വെച്ചാൽ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് റിമൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇനി നമുക്ക് താഴെ കാണുന്ന ഒരു റൗണ്ട് ഉണ്ടല്ലോ, ഒരു ആരോ, താഴേക്ക് കാണുന്ന ആരോ, ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് എന്ന് കാണിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ ഡൗൺലോഡ് അഗെയിൻ എന്നാണ് കാണിക്കുന്നത്, കാരണം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഡൗൺലോഡ് എന്നുള്ളിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കേണ്ടത് വെച്ചാൽ അത് ആദ്യം തന്നെ എല്ലാം ചെയ്ത് വെച്ചാൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിൽ പോയിട്ട് വീണ്ടും എഡിറ്റിംഗ് ആപ്പിൽ വന്നിട്ട് ഇറ്റ്സ് എ ബോയ് എന്നുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആ ഒരു പിക്കിൻ്റെ സിമ്പിൾ വരുന്ന ആ ഒരു ഓപ്ഷനിൽ പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ മാഷാ അല്ലാ എന്നുള്ള ടെക്സ്റ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന് രണ്ടിനും നമുക്ക് ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഏത് പിക്കിനാണ് ആനിമേഷൻ കൊടുക്കേണ്ടത് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ മുകളിലൊരു ബാറ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ രണ്ടാമത്തെ ഓപ്ഷന് മോഷൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പല ആനിമേഷൻ എഫക്റ്റും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇതിൽ അനുയോജ്യം ഇഷ്ടപ്പെട്ടത് വെച്ചാൽ അത് കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് ഏതാണ് നല്ലത്. അങ്ങനെ ഇത് എനിക്കിഷ്ടപ്പെട്ട ആനിമേഷൻ 2 പിക്കിനും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും താഴെയുള്ള ഓപ്ഷൻ എടുക്കുക കേട്ടോ. ഈ ആരോയിൽ കാണുന്ന ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഗാലറിയിൽ നിന്ന് നമുക്ക് അടുത്ത ലെയർ കൊടുക്കണം. ആദ്യം നമ്മൾ ഫസ്റ്റ് ലെയർ ഒരു കുട്ടിയുടെ കയ്യിൻ്റെ അങ്ങനത്തെ ആ ഒരു പിക്കായിരുന്നു. അപ്പോൾ വീണ്ടും എനിക്കിഷ്ടപ്പെട്ട ഒരു ലെയർ ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കേണ്ടത് വെച്ചാൽ ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ ആണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ, ഇറ്റ്സ് എ ബോയ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇറ്റ്സ് എ ബോയ് എന്നുള്ളത് ഞാൻ അവിടെ കവറാക്കും, അവിടെ വേറെ എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ സെക്കൻഡ് ലെയർക്ക് ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത് ഞങ്ങളുടെ ഫോട്ടോ ആണ് കേട്ടോ. ഫോട്ടോ ഞാൻ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴെ പല ഓപ്ഷനുണ്ട്. അതിൽ മാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ കുറച്ച് ഓപ്ഷൻ വരും. അതിൽ റാഡിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോയിട്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒരു ബ്ലറല്ല, എന്താ പറയുക, ഒരു മങ്ങിയ പോലെ താഴേക്ക് കാണാത്ത രീതിയിൽ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ അത് പല ഷേപ്പിലുണ്ട്, സർക്കിൾ ഷേപ്പിൽ, ലോ ഷേപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ റാഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ചെയ്തപ്പോൾ ഒരു സർക്കിൾ ഷേപ്പിലാണ് വന്നത്. പിന്നെ ഇനി അത് ഇറ്റ്സ് എ ബോയ് എന്ന് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ആനിമേഷൻ കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ കാണിച്ചില്ല ആനിമേഷൻ എങ്ങനെ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ ഞാൻ നോക്കുകയാണ് ഏതാ വേണ്ടത് വെച്ചാൽ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ഗാലറി വന്നിട്ട് അടുത്ത ലെയർ എടുക്കുകയാണ്. അതായത് ലാസ്റ്റത്തെ ഓപ്ഷനിലാണ് നമ്മൾ ലെയർ വേറെ എടുക്കാനായിട്ട് ആ ഓപ്ഷനിലാണ് കേട്ടോ പോവുക. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ആഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോക്ക് 3 ലെയറാണ് കൊടുക്കുന്നത്. 3 ലെയറിൽ നമുക്ക് ഓരോ ഇമേജും ക്ലിപ്പാർട്ടൊക്കെ കൊടുത്തിട്ട് ആനിമേഷൻ കൊടുത്തിട്ടാണ് അങ്ങനെയാണ് ഇത് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് 3, 4 ഒക്കെ 4, 5 അങ്ങനെയൊക്കെ ലെയർ എടുക്കാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്നത് കാണിച്ചെന്ന് മാത്രം. പിന്നെ വീണ്ടും ഞാൻ ഈ ടെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളൊരു ലെയർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ 4ാമത്തെ ഓപ്ഷനും പിന്നെ ആ ലെയർക്ക് ഒരു പിക്കോ ടെക്സ്റ്റോ ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3ാമത്തെ ഓപ്ഷനിലും ആട്ടോ പോവേണ്ടത്. ഇനി ഈ ഒരു ലെയർ അല്ലെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ബ്ലർ ആക്കണമെന്നുണ്ട്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മങ്ങിപ്പിക്കണം എന്നുണ്ട്. അപ്പോൾ ഞാനിതേ താഴെയുള്ള ഓപ്ഷൻ ആ ഒരു പിക്കിൽ ക്ലിക്ക് ചെയ്യുക ആദ്യം. എന്നിട്ട് താഴെ നമുക്ക് ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പല രീതിയിലുള്ള എഫക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു രീതിയിലോട്ട് മാറും കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ബ്ലർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ എന്നുള്ളതിന് ആനിമേഷൻ കൊടുത്തു. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല, കാരണം നമ്മൾ നേരത്തെ ആനിമേഷൻ കൊടുത്ത് കാണിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് പ്ലേ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു 3 ലെയറിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു പ്ലസ് ഐക്കൺ കാണുന്നുണ്ട്. ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക്
രണ്ട് ലെയർ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് എന്താ ഒരു എഫക്റ്റ് കൊടുക്കാനായിട്ട് പറ്റും, നല്ല ഭംഗിയുള്ളൊരു എഫക്റ്റ് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ 4 പ്ലസ് ഐക്കൺ വരുന്നുണ്ടാവും. ഒന്ന് ഫസ്റ്റും ലാസ്റ്റും ഉണ്ടാവും, പിന്നെ അതിൻ്റെ സെൻറ്ററിൽ 2 വരുന്നുണ്ടാവും. അപ്പോൾ ആ പ്ലസ് ഉള്ളിടത്തൊക്കെ നിങ്ങൾക്ക് എഫക്റ്റ് കൊടുക്കാനായിട്ട് പറ്റും, നിങ്ങൾ ഇഷ്ടപ്പെട്ട എഫക്റ്റ് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്തെടുക്കുക, എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നമുക്ക് ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യണത് മുകളിലേക്കുള്ള ആരോ ഉണ്ടല്ലോ, ബ്ലൂ കളർ, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതുപോലെയുള്ള ന്യൂ ബോണിനെ പറ്റിയുള്ള വീഡിയോസുകളായിരിക്കും വരിക.